morning. Good morning, ma'am. 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 Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്തേ? ഓക്കെ, എവിടെ വരെ എടുത്തു നിർത്തിയത്? Who are cared for in the ICU എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയില്ലേ? കോമൺ ടൈപ്സ് ഓഫ് ICU അല്ലേ ഇനി സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് കോമൺ ടൈപ്സ് ഓഫ് ICU ആണ്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും കുറച്ച് കോമൺ ടൈപ്സ് നിങ്ങളൊന്ന് ഫെമിലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ. ഈ ഒരു 9 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ആ 9 എണ്ണത്തിന്റെയും പേരും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും അതുപോലെ തന്നെ ഷോർട്ട് ഫോമും രണ്ടും നിർബന്ധമായിട്ട് പഠിക്കണേ. എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതില് ഈ ICU എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരു 4 പേജ് മാത്രമുള്ള ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. അതിൽ നിന്നും എപ്പോഴും കോമൺ ആയിട്ട് ഇതിലേതെങ്കിലും ഒരു ഷോർട്ട് ഫോമോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ICU കോമൺ ടൈപ്പ് ഓഫ് ICUന്റെ ഷോർട്ട് ഫോം കൊടുത്തിട്ട് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഏതാണെന്ന് കോമൺ ആയിട്ട് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒക്കെ മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 9 എണ്ണത്തിന്റെയും പേരും എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ അത് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കും, ചിലത് മാത്രം കുറച്ച് പുതിയതായിട്ടുള്ളവയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാലും മതി. ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്താണെന്നൊന്നും പഠിക്കേണ്ട, അതിന്റെ പേരും എക്സ്പാൻഡഡ് ഫോമും മാത്രം പഠിച്ചാൽ മതി. കോമൺ ടൈപ്സ് ഓഫ് ICUല് ഫസ്റ്റ് വൺ പറയുന്നത് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് CICU അല്ലെങ്കിൽ CICUന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് ചോദിച്ചാൽ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICUന്റെ എക്സ്പാൻഡഡ് ഫോം നമുക്കറിയാലോ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിന് മുൻപായിട്ട് ഒരു കാർഡിയാക് എന്ന വേർഡ് കൂടി വരുന്നു. അപ്പൊ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അറിയാൻ പറ്റുമല്ലോ, എങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്, ഏത് കണ്ടീഷനുമായി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും, ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെ. ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള ഹൃദയാഘാതം മുതലായിട്ടുള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമായി വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ICUs ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് കാർഡിയോ വാസ്കുലാർ thoracic intensive care unit. അതിലൊരു CVT എസ് വേണ്ട കേട്ടോ, CVT ICU എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലാർ thoracic intensive care unit CVT ICU. ഈ ഒരു thoracic intensive care അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലാർ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? കാർഡിയോ വാസ്കുലാർ thoracic intensive care unit എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? അവിടെ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. കാർഡിയോ എന്ന പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. വാസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ടുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസ്. വാസ്കുലാർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ കാർഡിയോ വാസ്കുലാർ എന്ന് പറയുമ്പോൾ ഹൃദയവും അതുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകള് അല്ലെങ്കിൽ നമ്മുടെ രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആവാം. തൊറാസിക്, നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയാറുണ്ട് അല്ലെ. നമ്മുടെ ആ ഒരു ഭാഗത്തെ എന്തെങ്കിലും, അതായത് ഇപ്പൊ ലെഗ്സ് ആവാം, ചെസ്റ്റ് ആവാം, നമ്മുടെ ഹാർട്ട് ആവാം, അങ്ങനെ ആ ഒരു ഭാഗത്തെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും രോഗങ്ങളാല് തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമായി വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ICU ആണ് CVT ICU അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലാർ thoracic intensive care unit. അപ്പൊ ഹൃദയത്തെയും അതിനെ ബാധിക്കുന്ന രക്തചംക്രമണ വ്യവസ്ഥ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ നമ്മുടെ thoracic cavity അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഓർഗൻസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പേഷ്യൻസിന് തീവ്ര പരിചരണം ആവശ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കെയർ കൊടുക്കുന്ന ICU ആണ് CVT ICU അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലാർ thoracic intensive care unit. ക്ലിയർ ആണോ? രണ്ടെണ്ണം ജസ്റ്റ് എന്താന്ന് മാത്രം എക്സ്പാൻഡ് ഫോം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. മിസ് എന്താന്ന് ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. ഓക്കെ, തേർഡ് വൺ ആണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ GICU. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് ആയിരിക്കും? അറിയാലോ,
ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മുതലായിട്ടുള്ളവയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എന്തെങ്കിലും പ്രോബ്ലംസിന് തീവ്രപരിചരണം ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റും കെയറും ഒക്കെ കൊടുക്കുന്ന യൂണിറ്റ് ആണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ GICU എന്ന് പറയുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ സ്റ്റൊമക്ക് മുതലായവയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളായിട്ടുള്ള പേഷ്യൻസിന് തീവ്രപരിചരണം കൊടുക്കുന്ന വിഭാഗമാണ് GICU അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് വൺ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ MIC. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? പൊതുവായിട്ടുള്ള, അതായത് ഇപ്പൊ പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളാവാം, അതുപോലെ തന്നെ ഇപ്പൊ റെസ്പിറേറ്ററി ബ്രീതിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ സംഭവിച്ചവർക്കാവാം. അങ്ങനെ എന്തെങ്കിലും എമർജൻസി കേസുകൾ, ജനറൽ ആയിട്ടുള്ള എമർജൻസി കേസുകൾ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഉടനെ അവരെ MIC അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിലാണ് പ്രവേശിപ്പിക്കുക. അതുപോലെ അഞ്ചാമത്തത് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NIC. ഇത് നമ്മൾ പിന്നെ വേറെ പലതിലും പഠിക്കുന്നുണ്ട്. ഈ ഒരു ടേം നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NIC. വെരി ഗുഡ്, ന്യൂ ബോൺ ആയിട്ടുള്ള അല്ലെ, നവജാത ശിശുക്കൾക്ക് പരിചരണം നൽകുന്ന യൂണിറ്റ് ആണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ന്യൂ ബോൺ ബേബീസിൽ അല്ലെങ്കിൽ നവജാത ശിശുക്കൾക്ക് തീവ്രപരിചരണം ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള കെയർ കൊടുക്കുന്ന യൂണിറ്റ് ആണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അഞ്ചെണ്ണം ക്ലിയർ ആണോ? പഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 5th വൺ വരെ ക്ലിയർ ആണോ? ഓക്കെ. ദെൻ 6th വൺ ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ ബീൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എന്താ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അല്ലെ, നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടോ, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടോ, സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഏരിയയാണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ഇപ്പൊ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ് മുതലായവയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും തീവ്രപരിചരണം ആവശ്യമായി വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഇടമാണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് വൺ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, PIC. എന്താണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റില്? എങ്ങനെയായിരിക്കും? കുട്ടികൾക്ക് അല്ലെ, കുട്ടികളുടെയാണ് അല്ലെ. അപ്പൊ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ അവർക്കൊരു നല്ല പരിചരണം ആവശ്യമാണ്, ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ ആവശ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുകളും കെയറും കൊടുക്കുന്ന ICU ആണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, SIC. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് കണക്ട് ചെയ്തൂടെ? സർജിക്കൽ ആഫ്റ്റർ സർജറി അല്ലെ, സർജറിക്ക് ശേഷം നമ്മൾ തീവ്രപരിചരണം മേജർ സർജറീസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. വലിയ രീതിയിലുള്ള മേജർ സർജറികളാണെങ്കിൽ ഓൾറെഡി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ, സർജറിക്ക് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഒരു ICU നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് തന്നെ ആ സർജറി ചെയ്യുന്നത്. കാരണം കുറച്ച് ദിവസത്തേക്ക് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസും കൃത്യമായിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റ് ഒക്കെ അവർക്ക് കിട്ടണം. കാരണം ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അവർ മറികടക്കണമെങ്കിൽ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ മറികടക്കാൻ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ഇങ്ങനെയുള്ള തീവ്രപരിചരണം ആവശ്യമായി വരാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സർജറിക്ക് ശേഷമുള്ള പേഷ്യൻസിന്റെ കൃത്യമായിട്ട് തീവ്രപരിചരണം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ICU ആണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ SICU എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ TICU. ട്രോമ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഏറ്റവർക്ക് അപ്പൊ പല രീതിയിലും ആവാം അല്ലെ. എന്തെങ്കിലും തമ്മിൽ കൂട്ടിമുട്ടി ആഘാതങ്ങൾ ഉണ്ടായതും, ആക്സിഡൻസ് ഒക്കെ വഴി ആഘാതങ്ങൾ ഉണ്ടായതാവാം, അല്ലെങ്കിൽ വീഴ്ചകളിലൂടെ വലിയ രീതിയിൽ ഇപ്പൊ മുകളിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും വീഴ്ചകളിലൂടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തില് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ ട്രോമ സംഭവിച്ച പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും കൊടുക്കുന്ന ICU ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ TICU എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതെല്ലാതെ ICUs ഉണ്ട് കേട്ടോ. ഇതൊരു 9 കോമൺ ആയിട്ടുള്ളവ നമ്മൾ പഠിക്കുന്നു മാത്രം. ഓക്കെ.
വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് ആണ്. എന്താണ് ചോദിച്ചത്? ഷോർട്ട് ഫോമോ? രണ്ടിന്റെയും ഒന്ന് തന്നെയാണ് കേട്ടോ. കൂടുതലും നമ്മള് ന്യൂറോയിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിയോനേറ്റിൽ തന്നെയാണ് എപ്പോഴും NICU ചോദിക്കാറ്. അപ്പൊ ഓപ്ഷൻസ് നോക്കണേ. രണ്ടും NICU തന്നെയാണ്. ന്യൂറോ ആണെങ്കിലും നിയോനേറ്റിലാണെങ്കിലും നമുക്ക് NICU തന്നെയാണ് അതിന്റെ ഷോർട്ട് ഫോംസ് കേട്ടോ. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കാം ഏതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുക. അപ്പൊ നിയോനേറ്റിലാണെങ്കിൽ അതായിരിക്കും ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. ന്യൂറോ ആണെങ്കിൽ ന്യൂറോ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. അപ്പൊ ഓപ്ഷൻസ് നോക്കി അറ്റൻഡ് ചെയ്യാം കേട്ടോ. നിയോനേറ്റിൽ പിന്നെയും നമ്മൾ പല ചാപ്റ്റേഴ്സിലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ടേം. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് ICUവിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഓപ്പൺ യൂണിറ്റ്, രണ്ടാമത്തത് ക്ലോസ്ഡ് യൂണിറ്റ്. ഓപ്പൺ യൂണിറ്റ്, ക്ലോസ്ഡ് യൂണിറ്റ്, ഇതിന് രണ്ടിന്റെയും ഡിഫറൻസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റിന്റെയും. അപ്പൊ ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാല് all attending physicians may admit and care for patients. Triage decision falls on the director of ICU when there is bed or staff shortage. ഇവിടെ ഓപ്പൺ യൂണിറ്റ് ICU എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഓപ്പൺ യൂണിറ്റ് ICUവിലേക്ക് ഇപ്പൊ നമ്മുടെ ഒരു അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ, ഇപ്പൊ നമുക്ക് സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? ICUവിലേക്ക് മാറ്റണം എന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കെയർ കിട്ടണമെങ്കിൽ നമുക്ക് ICUവിലേക്ക് മാറ്റണമെങ്കിൽ അവരെ അറ്റൻഡ് ചെയ്യുന്ന, അതായത് അവരെ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും, ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ്, പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും പേഷ്യൻസിനെ ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമായ കെയർ കൊടുക്കാനും സാധിക്കുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും ICUവിനെ നിയന്ത്രിക്കുന്നത് ഇന്റൻസിവിസ്റ്റുകളാണ്. കേട്ടിട്ടുണ്ടോ ഇന്റൻസിവിസ്റ്റ്? ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ICU അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുക. അവരാണ് ശരിക്കും ICUവിനെ നിയന്ത്രിക്കുന്നതും. അവർ ആ ഒരു ഇന്റൻസിവിസ്റ്റിന്റെ അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് ശരിക്കും ക്രിട്ടിക്കലി കെയർ ആയിട്ടുള്ള എന്താണ് കെയറും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് ICUവിലുള്ളവർക്ക്. പക്ഷെ ഓപ്പൺ യൂണിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാർഡിയാക് സർജൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഈ ഒരു ഇന്റൻസിവിസ്റ്റ് ആയിരിക്കും, അതായത് അവർക്ക് ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് അത്രയധികം ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ കിട്ടാത്ത ആളായിരിക്കും. എന്നാൽ പോലും അവർ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും, അതിപ്പോ ഒരു കാർഡിയക് സർജൻ ആയിക്കോട്ടെ, അപ്പൊ ഒരു കാർഡിയോളജിസ്റ്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ആ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും റെഗുലർ കെയറും കാര്യങ്ങളും ഒക്കെ ആര് തന്നെയായിരിക്കും അവിടെ കൊടുക്കുക? അവരെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ തന്നെയായിരിക്കും കൊടുക്കുക. എന്നാൽ ഒരു ഇന്റൻസിവിസ്റ്റിന് അവിടുത്തെ ജോലി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ മാത്രമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്ലോസ്ഡ് യൂണിറ്റ് പറയുന്നത് ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആ പേഷ്യൻസിന് വരുന്ന എല്ലാ പേഷ്യൻസിനും അവരെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫിസിഷ്യൻസിനും അവരെ ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമായ കെയർ കൊടുക്കാനും എന്തുണ്ട്? കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവനൊരു അവകാശം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഈ ഒരു ട്രയേജ് എന്താന്ന് പഠിച്ചിരുന്നോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? അപ്പൊ എന്താണ് ട്രയേജ്? പഠിച്ചത് എന്താണ് ട്രയേജ് എന്ന് പറഞ്ഞ പഠിച്ചത്? എന്താണ് ട്രയേജ് എന്ന് പറഞ്ഞേ? മനസ്സിലായ കാര്യങ്ങള്?
സോർട്ട് ചെയ്യാ. എന്തിന്റെ ബേസിസിൽ സോർട്ട് ചെയ്യാ? എങ്ങനെയാണ് നമ്മളത് എന്തിന്റെ ബേസിസിലാ സോർട്ട് ചെയ്യുന്നത്? ജസ്റ്റ് വെറുതെ പേഷ്യൻസിനെ സോർട്ട് ചെയ്യാമല്ലോ, തരംതിരിക്കാമല്ലോ, അല്ലെങ്കിൽ ക്ലാസിഫൈ. പേഷ്യൻസിന്റെ കണ്ടീഷൻ സിവിയറിറ്റി അനുസരിച്ച് അല്ലേ, എത്രത്തോളം പേഷ്യൻസിന്റെ കണ്ടീഷൻ എത്രത്തോളം സിവിയർ ആണോ അതിനനുസരിച്ച് നമ്മൾ സോർട്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് പേഷ്യൻസിനെ തരംതിരിക്കുകയാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ വരുന്ന പേഷ്യൻസിൽ ഏറ്റവും മാക്സിമം ഏറ്റവും കൂടുതൽ എമർജൻസി കെയർ കൊടുക്കേണ്ട ആൾക്കാണോ അവരെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ നിർത്തും അല്ലെ. അങ്ങനെ ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അവരെന്ത് ചെയ്യുന്നു, സോർട്ട് ചെയ്യുകയാണ് ട്രയേജ്. അപ്പൊ ആ ഒരു ട്രയേജ് ഡിസിഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ടത് എന്ന തീരുമാനം ശരിക്കും ആരിലാണത് നിക്ഷിപ്തമായിട്ടുള്ളത്? ICU ഡയറക്ടറിലാണ്. സ്റ്റാഫ് ഷോർട്ടേജ്, അപ്പൊ ചിലപ്പോ ബെഡ് കുറവായിരിക്കാം, അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ചിലപ്പോൾ ICUവിൽ വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ട്രയേജുമായി ബന്ധപ്പെട്ട ഡിസിഷൻ ആരാണ് എടുക്കേണ്ടത്? ഒരു ഡയറക്ടർ ഓഫ് ICU ആണ്. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നത് ഈ ഓപ്പൺ യൂണിറ്റുകളെയാണ്. കാരണം ഓപ്പൺ യൂണിറ്റ് ആകുമ്പോൾ നമുക്ക് അവരെ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും അവരെ ട്രീറ്റ്മെന്റ് കൊടുക്കാനും കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയർ കൊടുക്കാനും ഒക്കെ സാധിക്കും. എന്നാൽ ദ മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, that these physicians might not have received specialized training for managing critically ill patients is the major drawback of this concept. ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഇന്റൻസിവിസ്റ്റുകൾ, അതായത് ക്രിട്ടിക്കലി ഇൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റുകളും കെയർ ഒക്കെ കൊടുക്കാൻ സ്കിൽഡ് ആയിട്ടുള്ള നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റുകൾ അല്ല ഇവർക്ക് കൂടുതലും കെയറും കാര്യങ്ങളും കൊടുക്കുന്നത്. അവർ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുമുള്ള കെയർ ഒരു ഫിസിഷ്യന് നൽകാൻ സാധിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫിസിഷ്യൻ അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അവർക്ക് ട്രീറ്റ്മെന്റും കെയർ കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത്രയും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ അതിനുള്ള നോളജോ ട്രെയിനിങ്ങോ ഒന്നും അധികം ഇവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ചിലപ്പോ അത് ഇവർക്ക് ആ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നതിൽ കുറവ് വന്നേക്കാം. മനസ്സിലായോ? ഇനി രണ്ടാമത്തത് ക്ലോസ്ഡ് യൂണിറ്റ് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവട്ടെ, എന്നിട്ട് മിസ് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ക്ലോസ്ഡ് യൂണിറ്റില് ഇവിടെ ഒരിക്കലും നേരിട്ട് ഫിസിഷ്യൻസ് അല്ല ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. The directors and associates are accountable for all admission and discharge. ശരിക്കും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ICUവിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അവരുടെ അസോസിയേറ്റ്സിനാണ് ശരിക്കും അവിടെ ICUവിലേക്ക് അക്കൗണ്ടബിൾ ഫോർ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. അവിടെ ഒരു ICUവിലേക്ക് ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കണമെങ്കിലും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെങ്കിലും അതിന് ആരാണ് അതിന്റെ റെസ്പോൺസിബിൾ ആവുന്നത്? ആ ICU ഡയറക്ടർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ്സ്, അവരുടെ അസോസിയേറ്റ്സ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഓപ്പൺ യൂണിറ്റ് നമുക്ക് പറഞ്ഞു എല്ലാ ഫിസിഷ്യൻസിനും അവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫിസിഷ്യൻസിനും അവരെ അഡ്മിറ്റ് ചെയ്യാം, കെയർ കൊടുക്കാം. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി രണ്ടാമത്തത്, വൺസ് ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്, ഇപ്പൊ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അവരുടെ അസോസിയേറ്റ്സ് ഈ പറയുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ ICUവിൽ അഡ്മിറ്റ് ആക്കി, ക്ലോസ്ഡ് യൂണിറ്റിന്റെ അറിയാതെ അഡ്മിറ്റ് ആക്കി വിചാരിക്കാം. ആ യൂണിറ്റ് ടീം എന്ത് ചെയ്യും? ആ അഡ്മിറ്റ് ചെയ്ത ടീമും ആ യൂണിറ്റ് ടീമും ഒക്കെ കൂടി നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള പേഷ്യന്റ് കെയർ ആർക്ക് കൊടുക്കുന്നുണ്ട്? ആ ICUവിൽ അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. അത് ദ ക്ലോസ്ഡ് യൂണിറ്റ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺ. ക്ലോസ്ഡ് യൂണിറ്റ് ഏറ്റവും നല്ല ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി രണ്ട് റീസൺസ് ആണ് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റഡ്. നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ കൃത്യമായിട്ട് ഓരോ പേഷ്യൻസിനെയും ട്രേജ് ഡിസിഷനിലൂടെ നമുക്ക് ഇവിടെ എടുക്കാനും അതിനനുസരിച്ച് വളരെ സമയബന്ധിതമായിട്ട് പേഷ്യൻസിനെ ഇവാലുവേഷൻ നടത്താനും അതുപോലെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഏത് യൂണിറ്റില്? ക്ലോസ്ഡ് യൂണിറ്റില്. രണ്ടാമത്തത് ഇന്റൻസിവിസ്റ്റ് ആർ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്റൻസിവിസ്റ്റുകളാണ് ഇപ്പൊ നമ്മുടെ ICUവിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഇവരാണ് കേട്ടോ. ഇന്റൻസിവിസ്റ്റുകളാണ് അവിടുത്തെ ഹെഡ് ആയിട്ടിരിക്കുന്നത്. ആ ഇന്റൻസിവിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ആ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ICUലാണ് നമ്മൾ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഇടമാണ് ICU അല്ലെ. അപ്പൊ അവിടെ വരുന്ന ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ
ട്രീറ്റ്മെന്റ് കൊടുക്കാനും കെയർ കൊടുക്കാനും വളരെ സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള പരിശീലനങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ നേതൃത്വത്തിലുള്ള ടീം അവർക്ക് കെയറും ട്രീറ്റ്മെന്റും കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി എഫിഷ്യന്റ് അല്ലേ? ആണോ? കുറച്ചും കൂടി എഫക്റ്റീവ് അല്ലേ പേഷ്യൻസിന്? അല്ലെ? വളരെ സമയബന്ധിതമായിട്ടാണ് പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻസ് നടത്താനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റും. അതേസമയം ഇത്രയും ട്രെയിനിങ്ങോ സ്കില്ലോ ഒന്നും നേടാത്ത ഒരു ഫിസിഷ്യനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് ആരുടെ നേതൃത്വത്തിലായിരിക്കും കിട്ടുക? ആരുടെ നേതൃത്വത്തിലായിരിക്കും കിട്ടുക? ഈ 2 യൂണിറ്റ് വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, ആരുടെ നേതൃത്വത്തിലായിരിക്കും കിട്ടുക? ഒരു ഇന്റൻസിവിസ്റ്റിന്റെ നേതൃത്വത്തിലാണോ അതൊരു ഫിസിഷ്യന്റെ നേതൃത്വത്തിലാണോ കിട്ടുക? മനസ്സിലാവുന്നുണ്ടോ? മിസ് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? കേൾക്കുന്നില്ലേ? ക്ലോസ്ഡ് യൂണിറ്റ് ആയിരിക്കും, കാരണം അതൊരു ഇന്റൻസിവിസ്റ്റിന്റെ നേതൃത്വത്തിലാണ്. നമ്മൾ മറ്റേത് പറഞ്ഞു, അവിടെ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ മാത്രമേ ഒരു ഇന്റൻസിവിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി പേഷ്യൻസിനുള്ള പരിചരണങ്ങളും കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഒക്കെ കൊടുക്കുന്നത് ആര് തന്നെയാ? അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ തന്നെയാണ്. അവര് പക്ഷെ അധികം സ്കിൽഡ് അല്ല. ഇവർക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും അതിലൊന്നും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലാത്തത് കൊണ്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചിലപ്പോ പേഷ്യൻസിന് കിട്ടാത്തവരാ. ഏത് യൂണിറ്റില്? ഓപ്പൺ യൂണിറ്റില്. അപ്പൊ അത് ഓപ്പൺ യൂണിറ്റ്, ഒന്നാമത്തെ കാര്യം ഓപ്പൺ യൂണിറ്റുകൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പൊ ICUവിലേക്ക് നമുക്ക് ഒരുപാട് സ്റ്റാഫുകളുടെ ഷോർട്ടേജ് വരുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ബെഡോ കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുമ്പോ നമുക്ക് ഈ പറയുന്ന ഓപ്പൺ യൂണിറ്റുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ക്ലോസ്ഡ് യൂണിറ്റ് ICU ആകുമ്പോൾ അവിടെ ഒരു ഇന്റൻസിവിസ്റ്റ് മാത്രമാണ്, അത് അവരാണ് ഹെഡ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആ ഒരു ഇന്റൻസിവിസ്റ്റിന്റെ ആ ഒരു ടീം ഉണ്ട്. ആ ഒരു ടീമാണ് ഇവരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്, ആ പേഷ്യൻസിന് വേണ്ട എഫക്റ്റീവ് ആയിട്ടുള്ള പരിചരണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മോർ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റുകളും കൃത്യമായിട്ട് ഇവാലുവേഷൻസ് നടത്താനും കൃത്യമായിട്ട് ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും അതിനനുസരിച്ച് വളരെ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും ക്ലോസ്ഡ് യൂണിറ്റിൽ പറ്റുന്നുണ്ട്. എന്നാൽ ഓപ്പൺ യൂണിറ്റിൽ വരുമ്പോൾ അവർ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അഡ്മിഷൻ നടത്തുന്നുണ്ട്. അതിനനുസരിച്ച് അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ആര് തന്നെയാണ്? അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ തന്നെയാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഒരു ഇന്റൻസിവിസ്റ്റ് ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ മാത്രം നടത്തി പോവുകയാണ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇതിന്റെ ആ ഒരു ഓപ്പൺ യൂണിറ്റിന്റെ ഡ്രോബാക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം അവിടെ ഫിസിഷ്യൻസ് ആണ് അവർക്ക് മോർ കെയറും ട്രീറ്റ്മെന്റും കൊടുക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും മോണിറ്ററിംഗും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല. എന്തില്? ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സ്കില്ലോ ട്രെയിനിങ്ങോ അത് നല്ല രീതിയിൽ കിട്ടാത്ത ഡോക്ടേഴ്സ് ആയതുകൊണ്ട്, ഫിസിഷ്യൻസ് ആയതുകൊണ്ട് ശരിയായ രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ചിലപ്പോൾ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും പരിചരണങ്ങളും ഒന്നും ചിലപ്പോൾ ആ ഒരു ഓപ്പൺ യൂണിറ്റിലെ പേഷ്യൻസിന് കിട്ടണമെന്നില്ല. ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഞാൻ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഓക്കെ, അപ്പൊ ഇന്റൻസിവിസ്റ്റുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്റൻസിവിസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ ഡാഷ് ആർ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് ചോദിക്കാറുള്ള ഒരു ടേം ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിനെ. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ വായിച്ച്? ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണേ. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാഫിംഗ്. ഒരു ICUല് പ്രധാനപ്പെട്ട സ്റ്റാഫുകൾ ഏതൊക്കെയാണ്? അതാണ് കേട്ടോ. മെഡിക്കൽ സ്റ്റാഫുകളില് 2 ഗ്രൂപ്പാണ് വരുന്നത്. ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ ഉണ്ടായിരിക്കും.
ഒരു മെഡിക്കൽ സ്റ്റാഫുകളായിട്ടുള്ളവ ആരാണ്? ICUയുടെ ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലെ. ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ ICU ഇൻചാർജിലുള്ളവരെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റുകളാണ്, അവരുടെ പേര് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ഇന്റൻസിവിസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ റെസിഡന്റ് ഡോക്ടേഴ്സ്, സീനിയർ ആൻഡ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ്. എന്താണ് റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? റെസിഡന്റ് ഡോക്ടേഴ്സ് കേട്ടിട്ടുണ്ടോ ആ ഒരു ടേം? റെസിഡന്റ് ഡോക്ടേഴ്സ്, സീനിയർ ആൻഡ് ജൂനിയർ കേട്ടിട്ടില്ല. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ MBBS കഴിഞ്ഞ് അവര് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യില്ലേ, MD ചെയ്യില്ലേ? റെസിഡന്റിലെ സീനിയർ ഡോക്ടേഴ്സ്, സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് അവര് പോസ്റ്റ് MD അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, MBBS പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, അവര് മെയിൻ ആയിട്ട് കൺസൾട്ടന്റ് ആയിട്ടില്ല, മറിച്ച് അവര് പോസ്റ്റ് ഗ്രാജുവേഷൻസ് കഴിഞ്ഞ് അവര് ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് നമ്മള് സീനിയർ റെസിഡൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അത് വരുന്നുണ്ട് കേട്ടോ, അപ്പൊ നേരം കൺഫ്യൂഷൻ വരരുതേ. സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവർ ട്രെയിനിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. മനസ്സിലായോ? ഇപ്പൊ കുറച്ച് വർഷം അവർക്ക് ട്രെയിനിങ്ങോ കാര്യങ്ങളോ കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറാൻ പറ്റും. അത് ക്ലിയർ ആണോ? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണെന്ന് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ജൂനിയർ റെസിഡന്റ് അപ്പൊ ആരായിരിക്കും? ഇപ്പൊ നിലവില് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവര്. മനസ്സിലായോ? നിലവിൽ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സീനിയറും ജൂനിയറും ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അത് പറയുന്നുണ്ട് ഓരോ ടേമായിട്ട്. അപ്പൊ അന്നേരം മനസ്സിലാക്കി വെക്കണം. ആദ്യമേ മനസ്സിലാക്കി വെച്ചാൽ അത് എളുപ്പമായിരിക്കും. ഇപ്പോ മെഡിക്കൽ സ്റ്റാഫുകളിൽ ആരൊക്കെ വരുന്നുണ്ട്? ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെസിഡന്റ് ഡോക്ടേഴ്സ്, അതായത് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും ഉണ്ട്, ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും ഉണ്ട്. അതിൽ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്നവരാണ്. എന്നാൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ക്ലിയർ അല്ലേ? മെഡിക്കൽ സ്റ്റാഫ് ക്ലിയർ ആണോ? ഓക്കെ. Second one, the respiratory therapist is essential part of an ICU team. ഒരു ICU ടീമിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവർ എന്തിനെ സഹായിക്കുന്നതായിരിക്കും ഈ ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്? എന്തിനെ സഹായിക്കുന്നതായിരിക്കും? ICU പേഷ്യൻസ് എന്ന് പറയുന്നു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ലെ. റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസിന് എപ്പോഴാണോ, കാരണം നമുക്കറിയാം ഒരു ICU അത്രയും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ്, അവർക്ക് പല രീതിയിൽ നമുക്ക് എയർവേ ക്ലിയർ ആക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും സ്കില്ലും ഒക്കെ കിട്ടിയിട്ടുള്ള റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ എപ്പോഴും ഒരു ICU ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കണം. ദെൻ മൂന്നാമത്തത് നഴ്സിംഗ് സ്റ്റാഫുകൾ വേണം. അതിൽ നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് ഹൈലി ട്രെയിൻഡ് ആൻഡ് എബോവ് ആവറേജ് കോമ്പീറ്റൻസ്. അതായത് നല്ല നമുക്ക് സാധാരണ നഴ്സസ്മാർ എങ്ങനെയാണോ അവരിലും കുറച്ചും കൂടി അവരുടെ ആവറേജ് കഴിവിലും കുറച്ചും കൂടി എബോവ്, നല്ല രീതിയിൽ അതിനും കൂടി കുറച്ചും കൂടി മുകളില് നല്ല ട്രെയിനിങ്ങുകൾ, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ഉയർന്ന പരിശീലനങ്ങൾ ലഭിച്ച നഴ്സിംഗ് സ്റ്റാഫുകളെയാണ് നമ്മൾ ICUവിലേക്ക് എടുക്കുകയുള്ളൂ. കാരണം ICUവിൽ അത്രയും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഓരോന്നിനും നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും പരിശീലനവും കാര്യങ്ങളും കിട്ടിയവരായിരിക്കണം. കാരണം നമുക്കറിയാം അത്രയും ഗുരുതരമായിട്ടുള്ള പേഷ്യൻസ് ആകുമ്പോൾ അവരുടെ കണ്ടീഷൻസ് പെട്ടെന്ന് ചേഞ്ചസ് സംഭവിക്കാം. അപ്പൊ ആ സമയത്ത് അവിടെ കൺഫ്യൂഷനോ കാര്യങ്ങളും ഇല്ലാതെ എളുപ്പത്തിൽ അവർക്ക് ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ ലഭിച്ച ആവറേജ് ആയിട്ടുള്ള അവരുടെ കഴിവിലും കുറച്ചും കൂടി എബോവ് ആയിട്ട് നിൽക്കുന്ന നല്ല ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകളെയാണ് നമ്മൾ ICUവിലേക്ക് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ റെക്കമെൻഡഡ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 or 1:2 ആണ്. അതായത് നഴ്സ് എന്തായിരിക്കും ഉദ്ദേശിക്കുക? ICUവിൽ ഒരു പേഷ്യൻസിന് ഒരു നഴ്സ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ 2 പേഷ്യൻസിന് ഒരു നഴ്സ് എന്ന രീതിയിൽ. അത് അവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഈ ഒരു റേഷ്യോയിൽ അധികം മാറ്റം വരില്ല. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ചോദിക്കാറുണ്ട് ഒരു ICUവിലെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എത്രയാണ്?
അപ്പൊ 1:1 or 1:2 ആണ്. ഈ രണ്ട് റേഷ്യോയിലാണ് നിൽക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ വളരെ കൂടുതൽ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ 1:1, അതായത് ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് എന്ന കണക്കായിരിക്കാം. അതേസമയം സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ 1:2, അതായത് ഒരു നഴ്സ് 2 പേഷ്യൻസിന് വേണ്ടി എന്ന രീതിയിലായിരിക്കും. അപ്പൊ ആ 2 ഓപ്ഷൻസ് കാണാം കേട്ടോ. ഒന്നില്ലെങ്കിൽ 1:1 മാത്രം ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും. 1:2 എന്ന ഓപ്ഷൻ ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. 2 ഓപ്ഷനിലുണ്ടെങ്കിൽ ബോത്ത് A and B എന്നത് ചൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ICUലെ nurse patient ratio 1:1 or 1:2 ആണ്. ഓക്കെ അല്ലേ? ദെൻ നാലാമത്തേതാണ് ഓക്സിലറി പേഴ്സണൽ എന്ന് വെച്ചാൽ എന്താണ് ഓക്സിലറി പേഴ്സണൽസ്? ഈ അസിസ്റ്റൻസുകളിലെ നമുക്ക് സഹായം നൽകുന്ന കുറെ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും സഹായം നൽകുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട് അല്ലെ? അപ്പൊ ICUവിലും ഇതുപോലെ തന്നെ സഹായം നൽകുന്ന രീതിയിലുള്ള കുറെ സ്റ്റാഫുകളുണ്ട്, ഹെൽപ്പിംഗ് സ്റ്റാഫുകളുണ്ട്. അവരെയാണ് ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. അതിൽ ICU ടെക്നീഷ്യൻസ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ഒരുപാട് മെഷീനറീസ് കാര്യങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ICU ടെക്നീഷ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് അസിസ്റ്റന്റുകൾ, ഇപ്പൊ വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് അല്ലെ, അറ്റൻഡൻസ്, സ്വീപ്പേഴ്സ്, അങ്ങനെയുള്ളതാണ് നഴ്സിംഗ് എയ്ഡുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നഴ്സിംഗ് അസിസ്റ്റൻസുകൾ, നഴ്സസിനെയും ഡോക്ടേഴ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് സ്റ്റാഫുകളുണ്ടല്ലോ, അവരെയാണ് നഴ്സിംഗ് എയ്ഡ്. ഇപ്പൊ വാർഡ് ബോയ് ആവാം, ഫീമെയിൽ അറ്റൻഡൻസ് ആവാം, സ്വീപ്പേഴ്സ് ആവാം, അതുപോലെ തന്നെ ICU ടെക്നീഷ്യൻസും ഒക്കെ ഓക്സിലറി പേഴ്സണൽസിൽ വരുന്നതാണ്. അത് ചോദിക്കാറുണ്ട്. ഒരു ഓക്സിലറി ICUലെ ഓക്സിലറി പേഴ്സണൽസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ്? അപ്പൊ ചോദിക്കാം. ICU ടെക്നീഷ്യൻ ഓപ്ഷൻ ഉണ്ടാവാം, വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡേഴ്സ്, അതുപോലെ സ്വീപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് കണ്ട ഓൾ ഓഫ് ദി എബോവ് എന്ന രീതിയിൽ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി. സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, ഓക്സിലറി പേഴ്സണൽസ്. അതിൽ ആരൊക്കെയാണ് വരുന്നത്? ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റാഫിംഗ് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് രജിസ്ട്രാർ ഇൻ ICU. ICUലെ രജിസ്ട്രാർ ആരാണ്? The one senior resident who becomes registrar, that post MD, will always be on duty. നമുക്കറിയാം ഒരു സീനിയർ റെസിഡന്റ്, അതായത് സീനിയർ റെസിഡന്റ് ഡോക്ടർ നമ്മൾ ആരാന്ന് പറഞ്ഞു അല്ലെ? പോസ്റ്റ് MD ആണ്. അതായത് MD മാസ്റ്റേഴ്സ്, ഡോക്ടർ ഓഫ് മെഡിസിനിലെ മാസ്റ്റേഴ്സ് എടുത്ത അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സീനിയർ റെസിഡന്റ് ആയിരിക്കും അവിടുത്തെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. വിൽ ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി. അവരെപ്പോഴും ഡ്യൂട്ടിയിൽ ഒരു രജിസ്ട്രാർ ഉണ്ടായിരിക്കും. He or she can be a consultant later after few years of attaining experience. അപ്പൊ അവരിവിടെ നിന്ന് നല്ല രീതിയിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അവർ നേടിയെടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കാൻ പറ്റും. ഇവിടെയൊക്കെ നമ്മുടെ ട്രെയിനിങ് പോലെയാണ് അവർ ചെയ്യുന്നത്. അതേസമയം അവര് ഒരു കുറച്ചു വർഷം ഇവിടുത്തെ പരിശീലനങ്ങൾ ലഭിച്ചു, എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവർക്ക് മാറാനായിട്ട് പറ്റും. ഒരു രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ഒരു ICUലെ രജിസ്ട്രാർ ആരാണ്? ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് ICUലെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫുകളുടെ 12 hours ഡ്യൂട്ടി ആണ് അവർക്കുള്ളത്. അപ്പൊ ഷിഫ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 12 hours ഡ്യൂട്ടി കഴിയുമ്പോൾ അവർ അടുത്ത ഷിഫ്റ്റിലുള്ള ആളുകൾ കയറും. അപ്പൊ അതിലൊക്കെ ട്രെയിനിങ്ങിന് ഉള്ള ആളുകളാണ് കേട്ടോ. അപ്പൊ രജിസ്ട്രാറിന്റെ ICU ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. അവരെപ്പോഴും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് ഇങ്ങനെയുള്ള ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് അറ്റൈൻ ചെയ്താൽ ഫ്യൂ ഇയേഴ്സ് കൊണ്ട്, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്കൊരു കൺസൾട്ടന്റ് ആയിട്ട് മാറാൻ സാധിക്കും. അവരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടിയാണ്. Then അടുത്തത്, the senior resident has the right to start and perform emergency treatment which may be inevitable without permission. Later consultant must be informed. ഈ
ഒരു സീനിയർ റെസിഡന്റിന് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാം. അവര് രജിസ്ട്രാർ ആണല്ലോ, അപ്പൊ അവരുടെ റൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു അവകാശമാണ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ് വിച്ച് മേ ബി ഇൻഎവിറ്റബിൾ വിതൗട്ട് പെർമിഷൻ. അപ്പൊ നമുക്ക് ഒരു പെർമിഷൻ എടുത്ത്, അതായത് നമ്മുടെ ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ഇന്റൻസിവിസ്റ്റിന്റെ പെർമിഷൻ എടുത്തിട്ട് എന്ത് കാര്യങ്ങളും നമുക്ക് അവിടുത്തെ പേഷ്യൻസിന് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് പെർമിഷൻ എടുക്കാൻ പറ്റാത്ത സമയങ്ങൾ വരും. അതായത് ഇപ്പൊ ഒരു ഇന്റൻസിവിസ്റ്റ് അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ഐസിയുലുള്ള പേഷ്യൻസിന് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇന്റൻസിവിസ്റ്റ് അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ കൺസൾട്ടന്റ് അവിടെ ഇല്ല എങ്കിൽ അവരോട് പെർമിഷൻ എടുക്കാനുള്ള സമയമൊന്നും നമ്മുടെ മുന്നിലില്ല. അങ്ങനെ വരുമ്പോൾ ആർക്ക് അവിടെ തീരുമാനം എടുക്കാൻ അവകാശമുണ്ട്? ഈ സീനിയർ റെസിഡന്റിന് അതിനുള്ള തീരുമാനം എടുക്കാൻ അവകാശമുണ്ട്. അവർക്ക് ആദ്യം അവർക്ക് എമർജൻസി ട്രീറ്റ്മെന്റുകൾ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക, അത് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ലേറ്റർ നമുക്ക് കൺസൾട്ടന്റിന് വേണ്ടി ഇൻഫർമേഷൻസ് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ സീനിയർ റെസിഡന്റിനുള്ള ഒരു അവകാശമാണ് എന്താണ്, പെട്ടെന്ന് അത് ഐസിയുലുള്ള ഒരു പേഷ്യന്റിന് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പോ ആ ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റിനോട് ചോദിക്കാനോ അതിനുള്ള പെർമിഷൻ എടുക്കാനോ ചിലപ്പോ സമയം ലഭിക്കണമെന്നില്ല. അപ്പൊ നമ്മുടെ പ്രിഫറൻസ് ആരാണ്? ആ പേഷ്യൻസിനെ എത്രയും വേഗം റിക്കവർ ആക്കുക എന്നുള്ളതായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് ഒരു എന്ത് എമർജൻസി ട്രീറ്റ്മെന്റ് ആണോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അത് സ്റ്റാർട്ട് ചെയ്യുക, അവർക്ക് കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം അതിനുള്ള അവകാശം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റിനുണ്ട്. അപ്പൊ അവിടെ പെർമിഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് എന്ന് പിന്നീട് നമുക്ക് ആ ഒരു കൺസൾട്ടന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിവിസ്റ്റിനെ അറിയിച്ചാൽ മതിയാവും. ക്ലിയർ ആണോ? ഒരു രജിസ്ട്രാർ ഇൻ ഐസിയു ഒന്ന് വായിച്ചു നോക്കിയേ. രജിസ്ട്രാർ ഇൻ ഐസിയു. ഓക്കെ, നെക്സ്റ്റ് പറയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ജൂനിയർ റെസിഡന്റ് ഇൻ ഐസിയു. ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ സീനിയർ റെസിഡന്റിന്റെ കാര്യം പറഞ്ഞു, രജിസ്ട്രാർ ഇൻ ഐസിയു ആണ്. അപ്പൊ ഒരു ഏതെങ്കിലും ഒരു സീനിയർ റെസിഡന്റ് എപ്പോഴും അവിടുത്തെ ആ ഒരു രജിസ്ട്രാർ എന്ന പദവിയിൽ ഡ്യൂട്ടിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ജൂനിയർ റെസിഡന്റ് ഇൻ ഐസിയു എന്ന് പറഞ്ഞാൽ ജൂനിയർ ഡോക്ടേഴ്സ്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ്. വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ് ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ വിൽ ബി ഓൺ ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ്. രാത്രിയും പകലും അവരാരെങ്കിലും ഒരാൾ എപ്പോഴും ഡ്യൂട്ടിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് 12 hours ആണെന്ന് പറഞ്ഞല്ലോ, 12 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ആൾ ഷിഫ്റ്റിലേക്ക് കയറും. അപ്പൊ എപ്പോഴും നൈറ്റ് ആയിക്കോട്ടെ ഡേ ടൈം ആയിക്കോട്ടെ ആ ഒരു യൂണിറ്റില് എപ്പോഴും അതിലൊരു ട്രെയിനിങ് ഡോക്ടർ എപ്പോഴും ജൂനിയർ റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കും ഡ്യൂട്ടിയിൽ ഉണ്ടാവും. Then the duty would include keeping patients records while in ICU and preparing summaries. അവരുടെ പേഷ്യൻസ് ഐസിയുലുള്ള പേഷ്യൻസ് ഐസിയുൽ ആയിരിക്കുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ അവരുടെ ഡിസ്ചാർജ് സമ്മറികൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമ്മറീസ് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ജൂനിയർ റെസിഡന്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവര് 12 മണിക്കൂർ ഷിഫ്റ്റ് ആണ്, ഡ്യൂട്ടി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. 12 hours ഡ്യൂട്ടിയാണ്. സീനിയർ റെസിഡന്റിനാണെങ്കിലും ജൂനിയർ റെസിഡൻസിനാണെങ്കിലും 12 hours ഡ്യൂട്ടിയാണ്. അതിൽ ഒരാൾ എപ്പോഴും 12 hours ഷിഫ്റ്റ് അനുസരിച്ച് ഡേയും നൈറ്റും എടുക്കണമല്ലോ. അപ്പൊ ഡേയും നൈറ്റും ആരെങ്കിലും ഒരു ഏതാണ് പറയേണ്ടത് ഒന്നുകൂടി? ഏതാണ് പറയണ്ടേ? ജൂനിയർ. ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞാല് വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ് during post graduation will be on duty in unit day and time. അതായത് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിലെ അവരെയാണ് നമ്മൾ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് പറയുന്നത്. അവരിൽ ആരെങ്കിലും ഒരാൾ, അതായത് എപ്പോഴും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും.
അതായത് ഡേ ഉണ്ട് നൈറ്റും നമുക്ക് എടുക്കണമല്ലോ. 12 hours ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞില്ലേ അവരുടെ. ആ 12 hours കഴിയുമ്പോൾ അടുത്ത ആളെ ഡ്യൂട്ടിയിലേക്ക് കയറണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ആ യൂണിറ്റില് ഒരു ഡോക്ടർ, അതായത് ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എപ്പോഴും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ആ ICUലുള്ള പേഷ്യൻസിന്, ആ പേഷ്യൻസ് ICUലായിരിക്കുന്ന സമയം മുതൽ സമയം എപ്പോഴും അവരുടെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തു, എന്തൊക്കെ പ്രോഗ്രസ്സുകൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെയാണ് അവർക്ക് മറ്റു രീതിയിലുള്ള ഡയഗ്നോസിസ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് സമ്മറീസ് പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കുകയും ചെയ്യുക. പേരാണോ ജൂനിയർ റെസിഡന്റ് ഇൻ ICU? വായിച്ചു നോക്കിയ വേഗം. Okay, next one start ചെയ്തോട്ടെ. ICU admission criteria. Okay, next one ആണ് ICU admission criteria. ഒരു ICUലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എളുപ്പത്തിൽ അങ്ങ് പോയി നമുക്ക് ICUവിൽ ചെന്ന് സ്റ്റേ ചെയ്യാനോ ട്രീറ്റ്മെന്റോ കെയറോ ഒന്നും കൊടുക്കില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം ക്രൈറ്റീരിയ, കുറച്ച് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ICUവിലേക്ക് അഡ്മിഷൻ എടുക്കുക. To optimize ICU resources and enhance outcomes, the ICU admission should be guided on the basis of a combination of factors. ഇവിടെ ഓരോ ICUവിലെ റിസോഴ്സുകൾ, അവിടുത്തെ എക്യുപ്മെന്റുകൾ, അവിടുത്തെ സ്റ്റാഫുകൾ ഒക്കെ നമുക്ക് വളരെ പരിമിതമാണ് അല്ലെ. ഒരുപാട് സ്റ്റാഫുകൾ, അല്ലെങ്കിൽ ഒരുപാട് ICU യൂണിറ്റ് ഒന്നും ഇല്ല അല്ലെ. വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സുകളാണ്. അത് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ, കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ICUവിലെ വിഭവങ്ങളും അതുപോലെ തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാൻ, കൃത്യമായിട്ട് അത് നമുക്ക് കൈകാര്യം ചെയ്യാനും ആ ICUവിൽ നിന്ന് നല്ലൊരു ഔട്ട്കം അല്ലെങ്കിൽ നല്ലൊരു ഫലം കിട്ടുന്നതിനും വേണ്ടിയിട്ടൊക്കെ ICUവിലേക്കുള്ള അഡ്മിഷൻസ് നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് ഘടകങ്ങളുടെ ആശ്രയിച്ചാണ് നമ്മൾ ആ ഒരു ICUവിലേക്കുള്ള അഡ്മിഷൻസ് എടുക്കുക. അത് എന്തൊക്കെ ബേസിസിലാണ്, എന്തൊക്കെ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ICUവിലേക്കുള്ള അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് താഴെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനസ് അല്ലെ. നമുക്കറിയാം ഒരു ICUലേക്ക് പേഷ്യൻസിനെ കയറ്റണമെങ്കിൽ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ ആ പേഷ്യൻസിന്റെ ഇൽനസ് അല്ലെങ്കിൽ രോഗാവസ്ഥ അത്രയും തീവ്രമായിരിക്കണം അല്ലെങ്കിൽ ഗുരുതരമായിരിക്കണം അല്ലെ. സാധാരണ ഒരു പനിയായിട്ട് പോകുന്ന പേഷ്യന്റിനെ നേരെ പിടിച്ച് ICUവിലേക്ക് കയറ്റുമോ അവര്? കയറ്റുമോ? അല്ലെങ്കിൽ ഒരു മറ്റെന്തൊരു തലവേദനയായിട്ട് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും കേസുള്ളവരെയാണ് നേരെ ICUവിലാണ് കൊണ്ടുപോയി പ്രവേശിപ്പിക്കുക? അല്ല. അതേസമയം വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള, വളരെ സിവിയറിറ്റി, വളരെ തീവ്രത, അവരുടെ രോഗാവസ്ഥ എത്രത്തോളം ഉണ്ട്, ആ രോഗാവസ്ഥയുടെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഇവാലുവേഷൻസ് നടത്തി അതിനനുസരിച്ച് പേഷ്യൻസിനെ സോർട്ട് ചെയ്ത് അല്ലെ, നമ്മൾ പറഞ്ഞു ട്രയേജ്, അപ്പൊ അങ്ങനെയുള്ള സോർട്ട് ചെയ്ത് കൃത്യമായ ഡിസിഷൻസ് എടുത്ത് പ്രയോറിറ്റൈസേഷൻ, ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ള പേഷ്യൻസ് ആരാണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന, ഏറ്റവും എമർജൻസി സിറ്റുവേഷൻ ആവശ്യമായി വരുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ICUവിലേക്ക് അഡ്മിഷന് വേണ്ടി പ്രവേശിപ്പിക്കുന്നത്. ശരിയല്ലേ? അതൊന്നാമത്തെ കാര്യം. അപ്പൊ പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനസ്. രണ്ടാമത്തത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. അതായത് ചില പേഷ്യൻസിന് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ്, പ്രത്യേകമായിട്ടുള്ള പേഷ്യൻസിന് ആവശ്യകതകൾ ഉണ്ടാകും. ചിലപ്പോൾ അവരുടെ ലൈഫ് സപ്പോർട്ടീവ് ആയിട്ടുള്ള തെറാപ്പി കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് പേഷ്യൻസിന് ICUവിൽ തന്നെ പ്രവേശിപ്പിക്കണം. അപ്പൊ ICUവിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള എന്താണ് ചില പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സപ്പോർട്ടീവ് തെറാപ്പികൾ കാര്യങ്ങൾ ICUവിൽ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ എവിടെയും അവരെ താമസിപ്പിച്ചിട്ടോ റൂമുകളിലോ വാർഡിലോ ഒന്നും സ്റ്റേ ചെയ്തിട്ട് കാര്യമില്ല.
കൃത്യമായിട്ടുള്ള കെയർ അത് തന്നെ കൊടുക്കണമെന്ന് നമുക്ക് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ആ പേഷ്യൻസിനെ നമ്മൾ ICUലേക്ക് പ്രവേശിപ്പിക്കാറുണ്ട്. മൂന്നാമത്തത് ഡയഗ്നോസിസ്. എന്തെങ്കിലും വലിയ രീതിയിൽ രോഗനിർണയം നടത്തണമെങ്കിൽ ചിലപ്പോൾ വലിയ രീതിയിൽ മുറിവുണ്ടാക്കി നമുക്ക് രോഗനിർണയം നടത്തേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം. അതായത് മുൻകൂട്ടി നമ്മൾ കാണല്ലേ, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ ഓരോ കാര്യങ്ങള് മനസ്സിലാക്കാറുണ്ടല്ലോ. ഇപ്പൊ പ്രവചനം നടത്താം, മുൻകൂട്ടി അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ രോഗങ്ങൾ അവർക്ക് വരാം, അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഇനി എന്തൊക്കെ വരാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചുകൂടി എന്താണ് ക്രിട്ടിക്കലായിട്ടുള്ള നിരീക്ഷണങ്ങളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ICUയിൽ പ്രവേശിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. അതായത് ഇപ്പൊ ഈ പറയുന്ന എന്താണ് ഇന്റൻസിവിസ്റ്റുകൾ, അതുപോലെ നഴ്സിംഗ് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിംഗ് അസിസ്റ്റൻസുകളായിക്കോട്ടെ, നഴ്സിംഗ് സ്റ്റാഫുകളായിക്കോട്ടെ, അവരിൽ നിന്നുള്ള ഇടപെടലുകളിലൂടെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള കഴിവുള്ള പ്രയോജനങ്ങളെ ലഭിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെയും നമ്മൾ ICUയിൽ പ്രവേശിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ഒരു കാര്യമാണ് ബെഡ് അവൈലബിലിറ്റി ഒക്കെ. എല്ലാ പേഷ്യൻസിനെയും നമുക്ക് ICUയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ICUയില് ബെഡ് കപ്പാസിറ്റി വളരെ പരിമിതമായിട്ടുള്ള ബെഡ് കപ്പാസിറ്റി ആണ് അല്ലെ. അപ്പൊ ഉള്ള ബെഡ് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബെഡ് അവൈലബിൾ അല്ല, ഓൾറെഡി അതെല്ലാം ഫിൽഡ് ആണെങ്കിൽ നമുക്ക് പുതിയൊരാളെ കൊണ്ടുവരുമ്പോൾ പ്രവേശിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികം ദിവസങ്ങളിൽ ICUയില് പെട്ടെന്ന് റിക്കവർ ആവുകയാണെങ്കിൽ ഉടനെ അവരെ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ICUയിലേക്ക് ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ, ഒരു പേഷ്യന്റിനെ അഡ്മിഷൻ എടുത്ത് ഒരു ICUയിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ കുറെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് പ്രവേശിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ സിവിയറിറ്റി ഓഫ് ഇൽനസ്, അവരുടെ രോഗാവസ്ഥയുടെ തീവ്രത എത്രത്തോളമുണ്ട് എന്നതനുസരിച്ച് നമ്മൾ അവരെ ട്രയേജ് പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു. അതായത് അവരെ കൃത്യമായിട്ട് അവരുടെ സിവിയറിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ സോർട്ടിങ് വഴി തരംതിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ തരംതിരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ള പ്രയോറിറ്റി അനുസരിച്ചുള്ള ആളുകളെ, ഏറ്റവും കൂടുതൽ എമർജൻസി കെയർ വേണ്ട ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ICUയിലേക്ക് അഡ്മിഷൻ വേണ്ടി എടുക്കും. അതുപോലെ തന്നെ സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പികൾ ആവശ്യമായി വരുന്ന പേഷ്യൻസ്, അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള തെറാപ്പീസ് കാര്യങ്ങളോ ആവശ്യമായി വന്നാൽ നമ്മുടെ ICUയിലാണ് ഇതിനുള്ള ഫെസിലിറ്റിയും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ മറ്റെവിടെയും നമുക്ക് കെയർ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തത് എന്തെങ്കിലും രോഗനിർണയം നടത്തണം. അതുപോലെ തന്നെ പ്രോഗ്നോസിസ്, എന്തെങ്കിലും പ്രവചനങ്ങൾ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷനുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും മുൻകൂട്ടി കുറെ അധികം കാര്യങ്ങൾ കണ്ടെത്തണം, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേഷ്യൻസിന്റെ സിവിയർ കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ. അത്രയും കുറച്ചും കൂടി ക്രിട്ടിക്കലി കേസുള്ള ക്രിട്ടിക്കലി കെയർ കൊടുക്കേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു രോഗനിർണയം നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ പ്രോഗ്നോസിസ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. കൃത്യമായി കുറച്ച് മണിക്കൂറുകൾ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള കെയറും കാര്യങ്ങളും കൊടുത്ത് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം. ഇപ്പൊ 24 hours 12 hours അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ICUയിലാണ് അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളും ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻ, ഇങ്ങനെ നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയിട്ടുള്ള സ്റ്റാഫുകളിൽ നിന്നോ മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നോ അല്ലാത്ത നഴ്സിംഗ് സ്റ്റാഫുകളിൽ നിന്നോ ഒക്കെയുള്ള ഇടപെടലുകളിലൂടെ നല്ല ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും. കാരണം മറ്റ് നമുക്കൊരു വാർഡിലോ ചിലപ്പോൾ ഒരു റൂമിലോ കിടത്തിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ എത്തുമ്പോൾ ഇവരുടെ കെയറിങ്ങിലൂടെ കുറെ അധികം മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇടപെടലുകൾ നടത്തുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെയും നമ്മൾ ഇവിടെ ICUയിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് വൺ പറയുന്നത് ഇത്രയും എല്ലാ കാര്യങ്ങളും നോക്കിയാലും ഏറ്റവും ലാസ്റ്റത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക, ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ, ICUയിൽ ബെഡിന്റെ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലേ. അതില്ലാതെ നമുക്ക് ആരെയും പ്രവേശിപ്പിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ എത്ര ബെഡ് അവൈലബിൾ ആണോ അതിനനുസരിച്ചാണ് നമ്മൾ ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ദിവസേനയുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഒരു എന്താണ് ICUലുള്ള ദിവസേനയുള്ള പ്രൊസീജിയേഴ്സ് വെറുതെ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം, അധികം സമയമില്ല. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞാല് കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ICU. ICUവില് നമ്മുടെ പാരന്റ് യൂണിറ്റുകളുണ്ട്. പാരന്റ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ ഒരു യൂണിറ്റ് മാത്രമല്ല, ഇവിടെ പാരന്റ് യൂണിറ്റ് എന്നുകൊണ്ട് രണ്ടാമത് ഒന്നുകൂടി ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ചില ICUവിലുള്ള ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ പീഡിയാട്രിക് ICU അല്ലെങ്കിൽ ഇന്റൻസ് നിയോനേറ്റൽ ICU ഒക്കെ ആണെങ്കിൽ അവിടെ പാരന്റ് യൂണിറ്റുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പാരന്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ട്രീറ്റ്മെന്റുകൾ അവരെ വെച്ചാൽ, ഇപ്പൊ കുട്ടികളുടെ ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് നഴ്സിംഗ് സ്റ്റാഫുകളെക്കാൾ കൂടുതൽ അവരുടെ മദേഴ്സിനെയൊക്കെ ആയിരിക്കും കൂടുതൽ കെയർ കൊടുക്കാനൊക്കെ നിർത്താം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും ICUയുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആ ഒരു മാതൃ യൂണിറ്റിന്റെ മായിട്ട് നല്ലൊരു കണക്ഷനോട് കൂടിയാണ് നമുക്ക് ആ ഒരു ICUലുള്ള പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, ICUവിൽ എല്ലാ ദിവസവും റൗണ്ട്സിന്, അതായത് അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ വരും. അപ്പൊ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള, അത് ആരാണോ ആ പേഷ്യൻസിനെ ICUവിൽ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത് അവരാണ് ആ ഒരു റൗണ്ട്സിന്, റൊട്ടീൻ ആയിട്ടുള്ള റൗണ്ട്സിന് വരിക. അത് സമയമുണ്ട്, 9 മുതൽ 11 മണി വരെ, രാവിലെ 9 മണി മുതൽ 11 മണി വരെ മോർണിംഗിലാണ് ആ ഒരു റൗണ്ട്സ് നടക്കുക. അപ്പൊ ആരാണോ ആ ഒരു ICUവിലേക്ക് അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവരാണ് ആ ഒരു റൗണ്ട്സ് നടത്തുക, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള റൊട്ടീൻ ICU റൗണ്ട്സിലേക്ക് വരിക. The main decision regarding treatment is taken in this rounds. ഈ റൗണ്ട്സിലാണ് ആ വരുമ്പോ, അപ്പൊ ഒരു ദിവസം റൗണ്ട്സിൽ വരുന്നു, അപ്പൊ തലേദിവസം വന്നിട്ട് പോയതായിരിക്കുമല്ലോ, പിറ്റേ ദിവസം റൗണ്ട്സിന് രാവിലെ വരുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ദിവസം ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവർക്ക് എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടാക്കി, ഇനി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് മരുന്നുകൾ മാറ്റണം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളുടെ കാര്യങ്ങൾ മാറ്റണമെങ്കിൽ അപ്പോഴാണ് ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ആ ഡോക്ടേഴ്സ് എടുക്കുക. അപ്പൊ അവർക്ക് തോന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ട്രീറ്റ്മെന്റ് മരുന്ന് കൊടുത്തിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റി കൊടുക്കാം. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണോ തീരുമാനം വേണ്ടത് അത് എടുക്കുന്നത് ഈ ഒരു ഡിസിഷനിലാണ്. മൂന്നാമത്തെ പോയിന്റ്, treatment initiated to patients is written by the senior resident posted in ICU. Extensive care is given to patients. ഈ ഒരു ട്രീറ്റ്മെന്റ് എന്താണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്, പേഷ്യൻസിന് എന്താണോ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ കൃത്യമാണ് ഒരു സീനിയർ റെസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ എക്സ്റ്റൻസീവ് കെയർ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റിട്ടേൺ ചെയ്ത് എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. പേഷ്യന്റ് എന്തൊക്കെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള കെയർ ആണ് പേഷ്യൻസിന് കൊടുത്തിട്ടുള്ളത് അതെല്ലാം കൃത്യമായിട്ട് ആ ഒരു സീനിയർ റെസിഡന്റ് ചെയ്യണം, റിട്ടേണലി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരും മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇവിടെ വരെ, അതായത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ വരെയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.